പിന്നെ ഇങ്ങനെ നടന്ന് ഞാനിങ്ങനെ നോക്കണം. റീറ്റ വരുന്നു. ഞാൻ ബിസിനസ് കാര്യത്തിൽ ചെറിയ അംബാനിയാണ് ഞാനിന്ന് കൂട്ടിക്കോ. ഓരോ ദിവസവും എൻ്റെ ബിസിനസ് സാമ്രാജ്യം ഇങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ ഒരു കുക്കുംബർ തോട്ടം നോക്കി വെച്ചു. മിക്കവാറും ഇനിയിപ്പോൾ അത് ഏറ്റെടുക്കും. അവിടെ ഒരു മുത്തോണ്ണാച്ചിയുണ്ട്, മുത്തോണ്ണാച്ചിയുടെ ഇടപാട. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. ഇതല്ലേ കുക്കുംബർ? അതെ, തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ പടവലങ്ങയുടെ ഒരു തോട്ടം. പടവലങ്ങ? ഓ, എന്ത് പടവലങ്ങ കേട്ടിട്ടില്ലേ? അല്ലേ, കുക്കുംബർ എന്ന് വെച്ചാൽ വെള്ളരിക്കയാണ്. അതിപ്പം രണ്ടായാലും താഴോട്ട് വളർന്ന സാധനങ്ങൾ തന്നെ. അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നും. ഇത് നമ്മുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പുതിയൊരു മേഖലയാണിത്. എടി, ഇത് ഇവിടുത്തെ ഒരു പ്രമുഖമായ ഒരു സ്റ്റിച്ചിങ് റെഡിമെയ്ഡൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ അവരുടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കാനാണ്, കുട്ടികളുടെ ഫ്രോക്ക്. അപ്പോൾ അത് ഇങ്ങനെ പല ആൾക്കാരെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ഇതിൽ തയ്ച്ചു കൊടുക്കുന്നവർക്ക് ഇതിൻ്റെ ഓർഡർ തരും. വലിയ കമ്പനിയാണ്. അവിടെ എക്സ്പോർട്ടിങ്, ശരിക്കും എക്സ്പോർട്ടിംഗ് ഉള്ള ടീമാണ്. ചെറുകിട വ്യവസായം പോലെ. നമുക്ക് ഇത് ചെറുതല്ലടേ, ഇത് വലിയ ടീമാണ്, ബടാ ടീമാണ്. അല്ല, നമുക്ക് എന്താ കാര്യം അത്? അത് ഇപ്പൊ ഇത് നമ്മൾ ആദ്യം അവർ അളവ് തന്നിട്ടുണ്ട്. അളവെടുത്ത് നോക്കുന്നത് ഞാൻ അത് അളവ് വെച്ചിട്ടുണ്ട്. നോക്ക്, അതിനുള്ളിലുണ്ടടി. അപ്പൊ നമ്മൾ ചെയ്തു കൊടുത്താ ഇത് നമ്മൾ അവർ പറഞ്ഞ ഈ അളവിന് കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മോഡലിൽ ചെയ്ത് കൊടുക്കണം. അവർക്ക് അളവ് ഇത് കറക്റ്റ് ആയിരിക്കും. അവർ അളവ് വന്നിട്ടുണ്ട്. ഇത് പിള്ളേരെ ബേസ് ചെയ്തിട്ടുള്ള, ഈ പെൺപിള്ളേരെ, കൊച്ചി ഇടത്തരം പിള്ളേർക്കുള്ള ഡ്രസ്സ് എന്താണ്. അപ്പോൾ അത് തയ്ച്ച് വൃത്തിയാക്കി കൊടുത്ത് ഓർഡർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ഒരു യൂണിറ്റ് ഒക്കെ തുടങ്ങി ഒരു 10-15 പെൺപിള്ളേരെയൊക്കെ എടുത്ത് തയ്യൽ മെഷീനും ഒക്കെ ആയിട്ട് നല്ലൊരു യൂണിറ്റ് തുടങ്ങാം. ഇതിപ്പോ ഫാഷൻ ഏതാന്ന് എഴുതിയിട്ടില്ലല്ലോ. ഫാഷൻ നിനക്ക് ഇഷ്ടമുള്ള ഫാഷനിൽ തയ്ക്കാം. പക്ഷേ അളവ് ഈ കറക്റ്റ് അളവിൽ നല്ല ഫാഷൻ ആയിരിക്കണം. കാരണം അവരുടെ തന്നെ കുടുംബത്തിലെ എൻ്റെ മുതലാളിയുടെ ഏതോ ചെറുകുട്ടിക്ക് എന്തോ അതിൻ്റെ അളവിനാണ്. അപ്പോൾ ആ കൊച്ചിടുമ്പോൾ ഇത് ഇട്ടാൽ കൊച്ചിന് ഇഷ്ടപ്പെട്ടൊരു കൊച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ ഓർഡർ നമുക്ക് തന്നെ. ഇനിയിപ്പോൾ ഇത് 2 തുണിയുണ്ട്. ഏത് എടി, അത് മറ്റേ എന്താ ലൈനാ, അകത്ത് ലൈൻ വെക്കണമല്ലോ. അങ്ങനെ എന്താ സാധനമാണ്. പിന്നെ ലൈനിങ് അല്ല, ഞാൻ ചെയ്തോളാം. ഞാൻ ചിലപ്പോ 2 മോഡലൊക്കെ ഈ കഴുത്തിലൊക്കെ വെക്കാനായിരിക്കും. പക്ഷെ ഇതുപോലെ തന്നെ വേറെ പലർക്കും കൊടുത്തിട്ടുണ്ട് കൊട്ടേഷൻ. സെയിം തുണി തന്നെ. എടി, അതെന്തിനാന്ന് വെച്ചാൽ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണം ആരാ അവർക്ക് അത് കൊടുക്കും. നീ നന്നായിട്ട് നിനക്ക് വരും, മറ്റവർ നന്നായിട്ട് അവർക്ക് കിട്ടും, അത്രേ ഉള്ളൂ.